അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. പല ഉമ്മമാരും ശ്രദ്ധിക്കാതെ, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ശപിക്കുന്നവരുണ്ട്. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, പണ്ടാറടങ്ങാൻ നീ നന്നാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാപ വാക്കുകൾ പറയുന്ന ഉമ്മമാരുണ്ട്. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ശപിച്ചു പോകരുത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞത് കാണാം, 3 ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല പെട്ടെന്ന് ഉത്തരം നൽകും. അതിലൊന്ന് മദ്ലൂമാണ്, ആക്രമിക്കപ്പെട്ടവൻ. ആരെയാണോ ആക്രമിച്ചത്, ആ അക്രമി ദുആ ചെയ്താൽ അവന്റെ പ്രാർത്ഥന പെട്ടെന്ന് അല്ലാഹു തആല സ്വീകരിക്കും. അതുപോലെ തന്നെ മുസാഫിർ, യാത്രക്കാരൻ. മൂന്നാമത്തത് മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾ മക്കൾക്ക് അനുകൂലമായി പ്രാർത്ഥിച്ചാലും പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും അല്ലാഹു തആല ആ പ്രാർത്ഥന സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഒരിക്കലും നാം ശാപ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മക്കളെ ശപിക്കാൻ പാടില്ല. നമ്മുടെ മക്കള് നാം പറഞ്ഞത് തീരെ അനുസരിക്കുന്നില്ല, അവരെ നന്മയിലേക്ക് കൊണ്ടുവരണം, അനുസരണയുള്ളവരാക്കി തീർക്കണം എന്നാഗ്രഹിക്കാത്ത ഉമ്മമാരുണ്ടാവില്ല, ഉപ്പമാരും ഉണ്ടാവില്ല. അവർ ചെയ്യേണ്ടത് പ്രിയപ്പെട്ട മക്കളെ അനുസരണയുള്ളവരാക്കി തീർക്കാൻ വേണ്ടി അവർക്ക് ചെയ്യാവുന്ന ഒരു ആത്മീയമായ മരുന്നിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക, ഏതാണ് എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, മക്കൾ അനുസരണയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ ഇത് ചെയ്യുക. ഒരു അൽഹംദുലില്ലാ കമന്റായി രേഖപ്പെടുത്തുക. ഏതാണ് ആ കാര്യമെന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. ആ സൂറത്തുൽ ഫത്ഹിലെ 29-ാമത്തെ ആയത്താണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്. ആ ആയത്തിനെയും അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മാണ് ഹാദി എന്ന് പറയുന്ന ഇസ്മ. ആ ഇസ്മിനെ യാ ഹാദി യാ അള്ളാഹ്, യാ ഹാദി യാ അള്ളാഹ് എന്ന ഇസ്മിനെയുമാണ് നാം ചൊല്ലേണ്ടത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക, അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അല്പം കുറച്ച് വെള്ളമെടുക്കുക. ആ വെള്ളത്തിലേക്ക് നേരത്തെ പറഞ്ഞ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്തിനെ 7 തവണ ഓതി മന്ത്രിക്കുക. തുടർന്ന് യാ ഹാദി യാ അല്ലാഹ് എന്ന ഇസ്മിനെ 100 തവണ ചൊല്ലിയിട്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. ഇങ്ങനെ ഈ വെള്ളം നിങ്ങളുടെ മക്കൾക്ക്, അനുസരണക്കേട് കാണിക്കുന്ന മകനാണെങ്കിൽ മകനിക്ക്, മകളാണെങ്കിൽ മകൾക്ക് നിങ്ങൾ കുടിപ്പിക്കുക. വെള്ളമായിട്ട് അവർ കുടിക്കുമെങ്കിൽ ആ വെള്ളം അവർക്ക് നൽകാം. ഇനി രാവിലെ നിങ്ങൾ മന്ത്രിച്ചു വെക്കുകയാണെങ്കിൽ ചായയാക്കിയിട്ട് നിങ്ങളുടെ മക്കൾക്ക് നൽകാം. അതല്ലെങ്കിൽ ജ്യൂസിൽ ആ വെള്ളം കൂട്ടിയിട്ട് നിങ്ങളുടെ മക്കൾക്ക് നൽകാം. ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങളുടെ മക്കളിൽ ഈ വെള്ളം എത്തിയിരിക്കണം. ഇങ്ങനെ തുടർച്ചയായി കുറച്ച് ദിവസങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഒരു 21 ദിവസം തുടരെയായി നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ. പൂർണ്ണമായും നിങ്ങളുടെ മക്കളിലുള്ളതായിരിക്കുന്ന മാറ്റം നിങ്ങൾ വിലയിരുത്തുകയും നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്തു നോക്കുക. 21 ദിവസം ചെയ്തു നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അതോടൊപ്പം തന്നെ കൂടുതൽ ദിവസങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി ഏതെങ്കിലും ഒരു ദിവസം മറന്നുപോയാൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സമയത്ത് വീണ്ടും ഇത് ചെയ്യുക. കുറച്ചധികം വെള്ളത്തിൽ നിങ്ങൾ മന്ത്രിച്ചു വെച്ചാൽ ഒരു 3-4 ദിവസത്തേക്ക് അത് ഉപയോഗിക്കാനുണ്ടാകും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് നിങ്ങൾ മുറിയാതെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ മക്കളിലുള്ള മാറ്റങ്ങൾ തീർച്ചയായും മാതാപിതാക്കൾക്ക് അനുഭവിച്ചറിയാം. മാറ്റം അനുഭവിച്ചറിയുന്നവർ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.